വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് നിൽക്കുന്നത് വാഗമണ്ണാണ്. വാഗമണ്ണിലെ ഒരു ധ്യാന കേന്ദ്രത്തിൽ വന്നതാണ്. ധ്യാന കേന്ദ്രം ഞാൻ കാണിച്ചു തരാം. അയ്യോ, ഭയങ്കര വെയിലാണ്. നിങ്ങൾക്ക് എത്രമാത്രം കാണാൻ പറ്റും എന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഇതാണ് ഇവിടുത്തെ ഒരു ധ്യാന കേന്ദ്രം. അപ്പം അമ്മയുടെ ചേച്ചി വത്സാൻറ്റിനെയും പാപ്പനെയും നമ്മൾ ധ്യാനത്തിന് കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഒരു ഗ്യാങ് ഉണ്ട് ഞങ്ങൾ കേട്ടോ, പിള്ളേർ സെറ്റും ഒക്കെ ആയിട്ട്. എനിക്ക് കാണുന്നില്ല വെയിൽ കൊണ്ട്, നിങ്ങൾക്ക് എത്രമാത്രം കാണാൻ പറ്റും എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. ഇതാണ് ധ്യാന കേന്ദ്രം. ധ്യാന കേന്ദ്രം എന്ന് പറഞ്ഞാൽ പോലെ നല്ല അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ വാഗമൺ, എൻ്റെ വാഗമണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. പറഞ്ഞാൽ വരുന്ന വഴിക്കൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് സങ്കടം ഉണ്ടായിരുന്നു, ഒന്നും എടുക്കാൻ പറ്റിയില്ലല്ലോ എന്ന്. ഇവിടെ വേറൊരു യൂട്യൂബർ നിന്നിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്. റോസ് മോളെ, നീ നമ്മുടെ അനാലിയ, അതേൻ്റെ അനാലിയ അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എടാ നോക്കിക്കോണേ, അങ്ങോട്ട് വീഴും കേട്ടോ. എന്താ പറയുക, മതിലൊക്കെ ചെറുതാ. കുറേ ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ കുറച്ച് വാടി നിൽക്കുക. ഇത് കടലാസ് ചെടിയാണെന്ന് തോന്നുന്നു, വലിയ അല്ലേ? ഇത് വലിയ മരം ആവുന്നതല്ലേ? ഇതിങ്ങനെ കുഴിച്ച് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വലിയ മരം ആകുമ്പോൾ. വാഗമൺ മലനിരകൾ, ഇവിടെ കുറേ റിസോർട്ട്, വീടുകൾ കണ്ടോ. ആ കാണുന്നതാണ് മൊട്ടക്കുന്ന്. കുറേ, പക്ഷെ ഭയങ്കര വെയിലാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല, നല്ല തണുത്ത കാറ്റ് വരുന്നുണ്ട്. പക്ഷെ ക്യാമറ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് ഇഷ്യൂസ് ഉണ്ടെന്ന് തോന്നുന്നു. പാർക്കിൽ പോകാം, നമുക്ക് അവർ കാണാതെ വേണം പോകും. കണ്ടു കഴിഞ്ഞ് കുട്ടിപ്പാപ്പ വിടൂല, കുഞ്ഞിപ്പാപ്പ വിടൂല എനിക്ക് തോന്നുന്നില്ല. ഇതാ കുറേ, ഇത് വേറെ കളറല്ലേ? ആ കളർ ലൈറ്റ് പിങ്ക് കളറ്, ഇത് ഡാർക്ക് പിങ്ക് കളറില് കടലാസ് റോസ്. മുള്ളുണ്ട് കേട്ടോ വിധത്തില്. അപ്പോൾ ഇങ്ങനെ ചുറ്റിനും കുറേ ചെടികൾ വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് മൊട്ടക്കുന്നിലൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ കുഞ്ഞിപ്പാപ്പം അതാ ആ കാണുന്നതാണ് മക്കളെ ഇല്ലിക്കൊക്കെ അല്ലേ. ഇവനെ വീഡിയോ എടുക്കാൻ പഠിപ്പിക്കാൻ ഇത് എങ്ങനെ? എനിക്കൊന്നും സ്ക്രീനേ എനിക്ക് കാണുന്നില്ലടാ ഈ വെയിൽ. കട്ട് ചെയ്യും. ഈ കാണുന്നതാണ് ഇല്ലിക്കക്കല്. നേരത്തെ നിർത്തിക്കാം. നല്ല ക്ലാരിറ്റി ഉണ്ട്. അങ്ങോട്ടൊക്കെ നോക്ക്, നല്ല മഞ്ഞ്. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ നല്ല മഞ്ഞെന്ന് തോന്നുന്നു. ഇത് മഞ്ഞാണോ അതോ മേഘമാണോ എന്ന് എനിക്ക് മനസ്സിലാവില്ല. പക്ഷെ നമുക്ക് മഞ്ഞാന്ന് പറഞ്ഞ് പറ്റിച്ചില്ല. പക്ഷെ അവിടെ ഇതുണ്ടാവും, മൊട്ടക്കുന്നിൻ്റെ അകത്ത് ഫുള്ള് മഞ്ഞ കാണുന്നത്. അതെ, ആ കാണുന്ന മൊട്ടക്കുന്നല്ലേടാ? അതെ അതെ, നോക്ക്. ഇപ്പം അത് മൊട്ടക്കുന്നാണ്. ഓക്കെ, ഇത് നല്ലൊരു ക്യൂട്ട് വഴിയാണ് കേട്ടോ. വഴി കാണുന്നുണ്ടോ? ചുമ്മാ ഓട്ടേട്ടെ വഴി കാണാം. അനാലിയ അവിടുത്തെ കല്ലൊക്കെ പെറുക്കി എടുക്കുക. അനാലിയുടെ ഫോട്ടോ എടുക്കുകയാണ് അവർ. എടാ, ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് മാറണോ? ഇത് റോസ് മോള്, ഇത് ഐവിൻ കേട്ടോ. ഞങ്ങളുടെ കുട്ടി ഗ്യാങ്ങാണ്. ഇവിടുത്തെ ഒരു ചെറിയ വഴിയുണ്ട് അങ്ങോട്ട്. അവിടെ എന്താണെന്ന് എനിക്ക് തോന്നുന്നു ആ ബിൽഡിങ്ങിലേക്ക് പോകാനുള്ള വഴി വല്ലതും ആയിരിക്കും, അറിയത്തില്ല. ചെറിയൊരു വഴിയുണ്ട്. ഞാൻ ആലിയാനെ ഇങ്ങനെ ഇതിലേ വിടാൻ എനിക്കൊരു പേടി, കാരണം മതിലൊന്നുമില്ല. പക്ഷെ വീഡിയോ എടുക്കാതിരിക്കാനും പറ്റില്ലല്ലോ. അതാ ഇവിടെ അടുത്തൊരു പാർക്കുണ്ട്, പാർക്കിലേക്ക് പോവാണ്. അപ്പം ഞങ്ങൾ അമ്മേനെ കൂടെ വിളിച്ചു. അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ആരും ഒന്നും പറയില്ല. ഞങ്ങൾ തന്നെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സീനാവുന്നുണ്ട്. ശരിയുണ്ടാവൊക്കെ സന്തോഷമായി. എടുക്കുമ്പോൾ എല്ലാം കല്ലറ സിമിത്തേരി. ഇതാണ് ഇവിടുത്തെ സിമിത്തേരി കേട്ടോ. കുറേ കാരണവന്മാർ കടന്ന് ഉറങ്ങുന്നുണ്ട്. ഒരു ഹൊറർ മൂഡ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം എന്താണ് പുതിയതുപോലെ ഇരിക്കുന്നത് കല്ലറയല്ല?
എല്ലാം കുഞ്ഞത്, ഒത്തിരി വീതി നീളൊന്നും കുഞ്ഞത് എല്ലാം. എല്ലാത്തിൻ്റെ അകത്തും ഇനി കോൺക്രീറ്റ് ചെയ്യാനാണോ മിറ്റിലിട്ട് വെച്ചിരിക്കുന്നു? അത് അടക്കിയതാ. ഇത് ചങ്ങലൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നു. ദൈവമേ, ആരെങ്കിലും തളച്ചിട്ടിരിക്കുന്നതാണോ? ഇതാ ചങ്ങലയൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നു. പോയേക്കാം. ദേ ഇവിടെ കല്ല് മാത്രം വെച്ചേക്കുന്നു കണ്ടോ, പാറക്കഷ്ണം മാത്രം. ദേ നോക്ക്, പാറക്കഷ്ണം മാത്രം. ഇത് രാത്രി ആരെങ്കിലും വന്ന് കൈത്തെ പിഴിക്കും. ഇവിടെ എല്ലാം അമ്മ നോക്ക്, ഇതെല്ലാം അടക്കിയതേ. പക്ഷെ ഇത് കരിങ്കല്ല് മാത്രം വെച്ചിട്ട് ഇങ്ങനെ വെച്ചേക്കുക കണ്ടോ. അതാ പറഞ്ഞേ, കുഞ്ഞു കല്ല്. ഇതുകൊണ്ട് ഇത് എന്ത് കുഞ്ഞാ നോക്കിക്കേ, തീരെ പൊടി. പേടി. ഇങ്ങോട്ട് കൊണ്ടുവരണ്ട കൊച്ചിനെ, കല്ലറയല്ല ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. അങ്ങ് പോയേക്കാം. ഇവിടുത്തെ ഉള്ളൊരു കുളമാണ്. ഇതിന് മീൻ വളർത്തുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് കുഞ്ഞു മീനുകളാ. അതെ, എനിക്കൊന്ന് മീനെ പിടിക്കാൻ വേണ്ടിയിട്ട് വലയാണത്. ഇത് കളർ നോക്കിയിരിക്കുക, നല്ല ഗ്രീനിഷ് കളർ. കുഞ്ഞു മീനത്, ചെറിയ മീൻ. സൂം ചെയ്ത് കാണിക്കാവേ. എന്ത് സൂം ചെയ്തപ്പോൾ മീൻ പോയാ? അതേ കണ്ട, പിടയ്ക്കുന്ന മീൻ, നല്ല പിടയ്ക്കുന്ന മീൻ. മീൻ ദേ ഒരാൾ ദേ ഇവിടെ മീനെ കാണാം. മീനെ മീൻ 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 മീനെ കണ്ട പോന്നാ? അടാ മീൻ. താഴെ ഇട്ടോളാലോ. വേണ്ട, മീൻ പിടിക്കാൻ കൊച്ചു നീന്തൽ അറിയത്തില്ല. കത്തി നിൽക്കുവേ. ഇവനാണെങ്കിൽ ഇവിടെ എവിടെയോ പാർക്ക് ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളുള്ള സിമിത്തേരിയുടെ അകത്തൂടെയൊക്കെ കല്ലും മുള്ളും നിറഞ്ഞ വഴി കൂടെയൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അവിടെ ഒരു സ്ലൈഡ് കാണുന്നുണ്ട്, പക്ഷെ എന്താ സംഭവം എന്നറിയില്ല. നോക്കട്ടെ. എനിക്ക് തോന്നുന്നു അത് ചെറിയ പിള്ളേരെ അടക്കുന്നത്, വലിയ ആൾക്കാർ. പക്ഷെ അതിലൊന്നും ഈ ഇത് ചെയ്തിട്ടില്ലല്ലോ, സ്ലാബ് ഇട്ടിട്ടില്ല. ആയിരിക്കും. എന്താ ഒരു നല്ല അടിപൊളി മാതാവിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞൊരു ബംഗ്ലാവ് പോലെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ വ്യൂ. ആരുമില്ലാത്തൊരു ബംഗ്ലാവ് പോലെ ഉണ്ട്. ഇതേടെ കയറൊക്കെ ഇത് എന്തിനാടാ? എന്നിട്ട് മണി കാണുന്ന മണി മുകളിലുണ്ട് കേട്ടോ, മണി അടിക്കാൻ. ഞങ്ങളിതാ ഇവിടെ സ്ലൈഡിൽ വന്ന് കയറ്. അനാലി അതെ, സന്തോഷായോ? ഹാപ്പി ആയോ? പിടിക്കണായിരിക്കും റോസ് മോളെ, ഇവിടെ പിടിക്കണായിരിക്കും അവള് വരുമ്പോ. അല്ലെ ഐവി മടിയിൽ വയ്ക്കോ? അവളെങ്ങനെ വീഴുവോ? എനിക്കൊരു പേടി. അടുത്തത് റോസ് മോളുടെ അഭ്യാസ പ്രകടനമാണ്. മാറി നിന്നോ. പോരെ പോരെ പോരെ. കൊച്ചു പിള്ളേരെ സാധനം അത്. ഇത് നല്ലൊരു മരം കേട്ടോ, എന്ത് മരം എന്നറിയില്ലല്ലോ. നമ്മൾ രണ്ടുപേരും ആര് പൊക്കും? ഇവിടുത്തെ മേഹമൊന്നും ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയാണ് മേഹമൊക്കെ. ടാറ്റാ അനാലിയ, ടാറ്റാ. ഇതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. എന്തെങ്കിലും സ്റ്റോറേജ് റൂം പോലെ എന്തെങ്കിലും ചെയ്തതായിരിക്കും. ഇത് സിമിത്തേരിയുടെ എന്തെങ്കിലുമൊക്കെ ബോഡി കൊണ്ടുവരുമ്പോൾ പ്രെയർ ചെയ്യുന്നതോ അല്ലെങ്കിൽ ജസ്റ്റ് ക്ലീൻ ചെയ്യുന്നതോ എനിക്കറിയില്ല എന്താ സംഭവം. അങ്ങനത്തെ ഒരു ഏരിയ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത് കണ്ടിട്ട്.
ഒരുപാട് പഴയൊരു ബിൽഡിങ്. ഇവിടെ ആഹാ എൻ്റെ ചേച്ചി അനിയത്തിയും കൂടെ ഊഞ്ഞാലാടുന്നു. പതുക്കെ അമോസ്മോടെ പതുക്കെ ആട്ടണം, അവള് താഴെ പോകുന്നറിയില്ല. പതുക്കെ 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 പതുക്കെ. ഇവിടെ ദാ എന്തൊക്കെയോ തീയൊക്കെ കത്തിച്ച് വെച്ചിരിക്കുന്നുണ്ട്. എന്തൊക്കെയോ പ്രാർത്ഥന പുസ്തകം എന്തോ അടിച്ചു വാരി കത്തിച്ചാന്ന് തോന്നുന്നു, അറിയത്തില്ല. ഇത് ടാങ്കാന്ന് തോന്നുന്നു, വലിയൊരു ടാങ്ക്. ആ ഇവിടെയൊക്കെ താഴെയൊക്കെ കുറേ റിസോർട്ടുകളും ബിൽഡിങ്ങുകളൊക്കെ. ഇപ്പൊ ട്രിപ്പിളായി. ആ പോവാൻ അവർ നമ്മൾ വെയിറ്റ് ചെയ്തിട്ടിരിക്കുന്നുണ്ടാവും. ഇവരെന്നെ പേടിപ്പിക്കുകയാടാ ഗൈസ്. എന്താണ് അവിടെ? കാറോ? ഇതിന്റെ അകത്തോ? ഇതിന്റെ അകത്ത് കാറോ? ആ ഇവിടെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്തോ വണ്ടി കിടപ്പുണ്ട് കേട്ടോ. നമുക്ക് പോയേക്കാം. അച്ഛൻ്റെ മുറി ഇത്ര ലോക്കലൊന്നും ആവത്തില്ല. പോയേക്കാം വല്ലോ. ഇതിൻ്റെ പേരെന്താ? അയ്യോ, ഈ കുറേ പിള്ളേരെയൊക്കെ പിടിച്ച് കൊല്ലുന്ന ആൾക്കാരില്ലേ, കുറേ മൂവീസിലെ കാണത്തില്ലേ, ഈ സൈക്കോ ആയിട്ടുള്ള ആൾക്കാർ. അങ്ങനെ വല്ലവരും ഉണ്ടോയെന്ന് അറിയത്തില്ല. നമുക്ക് പോയേക്കാം. ഈ മണിയൊന്ന് അടിച്ചാലോ? വേണ്ട. മാതാവിൻ്റെ അടുത്ത് പോവാൻ വഴിയുണ്ടോ? ആ വരുന്നു പൊന്നാ. പക്ഷെ ഇതിന്റെ അകത്ത് വല്ല പുഴുവോ എന്തെങ്കിലും ഉണ്ടാവോ? അല്ല, ഈ തേയിലയുടെ അകത്ത് ആണോ? നോക്കാം. ഇത് പള്ളിയോ പാരിഷ്കാളോ പ്രെയർ റൂം എന്തോ, എനിക്ക് ധ്യാനം നടക്കുന്ന എന്തോ സ്ഥലമാണ് കേട്ടോ ഇത്. ആ അതെ, എന്തോ സംഭവമാണ് കേട്ടോ. ആരുമില്ല. ആ ഇതെനിക്കൊന്ന് പഴയ ബിൽഡിങ്ങോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. ആ പള്ളിയാണ്, പ്രെയർ റൂം അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നത്. പക്ഷേ പ്രെയർ റൂം ആണെങ്കിൽ മൈക്കൊന്നും ഇല്ലല്ലോ. ആ സ്പീക്കർ ഇരിപ്പുണ്ട്. കൊച്ചിന് പേടിയായി തുടങ്ങി. വാ പോവാന്ന് പറയും. അതൊക്കെ താഴത്തേക്ക് അങ്ങ് സ്റ്റെപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അത് റോഡിലേക്കാന്ന് തോന്നുന്നു ആ സ്റ്റെപ്പ്. വാ വാ പോയേക്കാം. വിളിച്ച് കയറിയിരിക്കുന്ന റോസ്മോൾ. ഞാൻ പിൻഗാമിയാ. എന്താ വരിക പൊന്നാ? പോരാ, അവളെ വിളിക്കുന്നുണ്ട്. ആ എന്താ വ്യൂ എന്നറിയാൻ നോക്കിക്കേ. റോസ്മോൾ ആകാശത്തേക്ക് കയറി പോകുന്ന പോലെ ഉണ്ട്. ഒരു വൈറ്റ് ഡ്രസ്സും കൂടെ ആയിരുന്നെങ്കിൽ മാലാഖയാക്കിയായിരുന്നു. ഓക്കെ, എന്താ വ്യൂ. ഇത് റീൽസ് ഇടാൻ കൊള്ളാം കേട്ടോ ഈ ഷോട്ട്. ആ നല്ല കാറ്റ്, നല്ല വൈബ്, ഫുള്ള് തേയിലത്തോട്ടം. ഏതാ? ആ അവിടെ ആണെന്ന് തോന്നുന്നു അച്ഛൻ്റെ ക്വാർട്ടേഴ്സ്. ഇവിടെ നല്ല തണുപ്പുണ്ട്. ഇങ്ങനെ തണലത്ത് ഇവിടെ കൊണ്ട് ഫോട്ടോ എടുക്കാം. ആ അതെ, ഇവിടെ നല്ല സീനറി ഉണ്ടായിരുന്നു. പക്ഷെ വെയിലാ. ഇവിടെ ഇരിക്കാൻ ബെഞ്ചൊക്കെ ഉണ്ട് കേട്ടോ. പൈനായി നിൽക്കുന്നത് ഫുള്ള്. ഒരു ഊഞ്ഞാലും കോൽ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. ഞാൻ മരത്തേൽ ആ ആയിരിക്കും. ഒരു കുഞ്ഞുവാവ് വരുന്നു. ആ ഇതാണ് പുറകിൽ കാണുന്നത്. വേണ്ട, എൻ്റെ ആകെയുള്ളൊരു കുഞ്ഞാണ്. എരിയല്ലേ എരിയല്ലേ. ആ നമ്മളല്ലേ പിള്ളേര്, അവർ വേണേൽ നമ്മളെ തപ്പി കിടക്കട്ടെ അല്ലേ?
റോസ്മോൾ ചമ്മി പോയേ. പക്ഷെ അവള് നിക്കോന്ന് അറിയില്ലല്ലോ. നല്ല രസമുണ്ട് ഈ കളറ് കാണാൻ, ലാവൻഡർ കളറ്. ആ ഇബിനെ ഫോട്ടോ എടുത്തേട്ടാ. അവിടെ നിക്കൂല അവള്, അതാ പറഞ്ഞേ, അവൾ ഓടും. ഫോട്ടോ എടുക്കാൻ നോക്കുകയാണ്, നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പൈൻ്റെ കായായിരിക്കും. ചിരിച്ച് സൗണ്ട് കേൾക്കില്ലേ? ഡോറ, അത് എങ്ങോട്ടുണ്ട് ഡോറ? എന്റെ കൊച്ചെന്തി അനാലിയ പോയേക്കാം നമുക്ക്. ഇത് ഗ്രൗണ്ട് ആണോ? അങ്ങോട്ട് റോഡാന്ന് തോന്നുന്നു. വരുന്നു വരുന്നു. എവിടെ അറിയില്ല, നമുക്ക് പോയേക്കാം. ആരാ കയറി വരുന്നത്? ഞാൻ കണ്ടില്ലല്ലോ. നീല ഷർട്ടും പാൻറ്റോ? പോയേക്കാന്നാ. അവിടെ വരെ ഉള്ളെന്ന് തോന്നുന്നു. താഴെ എന്താ ഗേറ്റ് ഉണ്ട്. പോയേക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ വാഗമൺ കുരിശുമലയുടെ അവിടെയാണ് നിൽക്കുന്നത്. ഇവിടെ ഞങ്ങൾ റിലേറ്റീവിൻ്റെ വീടുണ്ട്. അപ്പം ഞങ്ങൾ നോർമലി എല്ലാ വർഷവും കുരിശുമല കയറാൻ വരുമ്പോൾ ഇങ്ങോട്ട് വരും. എന്നിട്ട് ഈ പാറയിലൊക്കെ ഞങ്ങൾ വന്ന് ഇരിക്കും. അമ്മയും മമ്മിയൊക്കെ കുരിശുമല കയറും. ഞാനും ചേട്ടനൊക്കെ വെറുതെ അടവ് കാണിച്ചിട്ട് ഇവിടെ ഇരിക്കും. ഞങ്ങളൊന്നും പോകാറില്ല. അപ്പം ഞങ്ങളിവിടെ വന്നപ്പോൾ അവരുടെ വീട്ടിൽ വന്നാണ്. ഇതാണ് ഇവിടെ കുറേ പ്ലാവ്. അമ്മ വന്നപ്പോഴേ ചക്ക മാങ്ങയൊക്കെ നോക്കും. എന്തി അമ്മ കാണാതെ എൻ്റെ അമ്മ നോക്കുകയാണ്. ഇതാണ് കേട്ടോ വീട്. ഇപ്പം ഇത് പഴയ വീടാണ് ഇവരെ. ഇപ്പം ഇവിടെ പാറ താഴെ ഞാൻ കാണിച്ചു ഇറങ്ങുമ്പോൾ പാറ പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഫുള്ള് പാറ. എന്നിട്ട് അത് ഫുള്ള് പൊട്ടിച്ചിട്ട് താഴത്തേക്ക് വീട് പണിയാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങിലാണ്. ഇവിടെ ആക്ച്വലി 2 പെൺകുട്ടികളുള്ളത്. 2 പേരും കല്യാണം കഴിച്ചു. അപ്പം എമർജൻസി ആയിട്ടൊരു വീടിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് അവരിപ്പോഴാണ് പണിയാനുള്ള കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ കുറേ നമ്മൾ കുഞ്ഞുപാവൻ്റെ കാര്യം പറയാം. കുഞ്ഞുപാവൻ ഞങ്ങളെങ്ങും വിടാൻ സമ്മതിക്കത്തില്ല. പേര് കേട്ടോ, കാരണം ഒത്തിരി തിരക്കുള്ള സ്ഥലമൊക്കെ അല്ലേ. അപ്പം ഞങ്ങൾ കുഞ്ഞുപാപ്പനെ നൈസായിട്ട് ഒഴിവാക്കി. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞു എന്നാൽ ബസ്സിൽ പൊയ്ക്കോന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് ഒഴിവാക്കി. ഇവിടെ നല്ല വൈബാണ് ഇവിടെ വൈകുന്നേരങ്ങളൊക്കെ വന്നിരിക്കാനായിട്ട്. നല്ല രസമാണ്. ഇല്ല മോനെ ഇല്ല, പാറപ്പുറത്ത് പോയി. എടാ എന്നെ ഞാൻ ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ലടാ. ഞാൻ ഒളിച്ചിരിക്കുന്ന വ്യക്തിയാണ്. എൻ്റെ വോയിസ് മാത്രമേ കേൾക്കത്തുള്ളൂ. നീ കുഞ്ഞിപ്പിന്നു വന്നില്ല. കുഞ്ഞിപ്പിന്നു ഹായ് പറഞ്ഞേ. അയ്യോ ഹായ് ഉമ്മ എടുത്തേ പോനാ. മേളിലേക്കൊക്കെ കുറേ സ്ഥലമുണ്ട്. ഇവർക്ക് തട്ടായിട്ട് ഇങ്ങനെ കിടക്കാം. എല്ലാം ഇങ്ങനെ മേളിലേക്കാക്കി ഇങ്ങനെ കിടക്കാം. പിള്ളേര് ചെറ്റില് കാണിച്ചേടാ, അത് പറപ്പിച്ച് കാണിച്ചേ. എല്ലാരും കളിച്ചോണ്ട് കിടക്കുകയാണ്. എടി ഇവളാണെങ്കിൽ കൊടുത്ത ചോറ് പോലും കഴിച്ചിട്ടില്ല.
ദേ നടക്കുന്നു. അയ്യോ അതിന് അയ്യേ ബാറ്ററി ചേച്ചി കളഞ്ഞേക്ക്. ഈ പിള്ളേരെല്ലാരും കൂടെ മാങ്ങ പറിക്കാൻ പോവാണ്. പിള്ളേരെല്ലാം കൂടെ മാങ്ങ പറിക്കാൻ വേണ്ടി പോവാണ്. ഒരാളിവിടെ പോവാൻ നോക്കുന്നുണ്ട്, പോവാൻ പറ്റുന്നില്ല. ഞാനിങ്ങോട്ട് ഇല്ല, എന്നെ കൊണ്ട് പറ്റില്ല മല കയറാൻ. ചേച്ചീനെ വിളിക്കുവാ. മാങ്ങ പഴുത്തിപ്പിന്ന് പറഞ്ഞ കുഞ്ഞി പിള്ളേരൊക്കെ താഴെ നിൽക്ക്. കുഞ്ഞു പിള്ളേർക്ക് പോകാൻ പറ്റില്ല കേട്ടോ. അന്നാലിലേക്ക് പോകാൻ പറ്റില്ല, വലുതാവട്ടെ. താഴെ നിന്നും എല്ലാവരും വഴക്ക് പറയുന്നുണ്ട്, തോട്ടപ്പൂടി ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട്. പറിക്കോ അത് പകുതി വെച്ച് താഴത്തേക്ക് പോലോന്ന് അറിയില്ല. നീയല്ലേ പൊന്നാ? ആ താഴെ തന്നെ ഉണ്ടല്ലോ, കൈ വെച്ച് പറിക്കാനുള്ളല്ലോ. ചതഞ്ഞു പോകൂലേ? അല്ല ഒരു കൂട് തരാം, കൂടിനകത്ത് ഇട്ടോണ്ട് വന്നാ മതി. ഞാൻ പിടിക്കാം. ജോസിനോള് ദേഹത്ത് വീഴൂലേ? എന്നാ കൈ പിടിക്ക. കറക്റ്റ്, ഞാൻ പറഞ്ഞത് കവർ കൊണ്ടുപോവാൻ. ചതഞ്ഞു പോവും. മലേന്ന് കുരിശുമലേന്ന് പഴുത്ത പറിക്കും പിള്ളേരെ. പച്ച പറിച്ചിട്ട് കാര്യമില്ലല്ലോ. കൊച്ചു 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 അറിയല്ലേ? ഒരു മിനിറ്റ്. ഇന്ന് ഞങ്ങൾക്ക് എല്ലാവരും ഇടയ്ക്ക് വഴക്കൊക്കെ കിട്ടുന്നുണ്ട്. ദൈവമേ ദേഹത്ത് കൊള്ളല്ലേ. ഒരാളുടെ പണി നോക്കി ഇവിടെ മണ്ണ് വാരി കളിക്കുന്നു. ഇപ്പൊ ചീത്ത ഇട്ടു എല്ലാവർക്കിട്ടും. പറഞ്ഞു ഐസ്ക്രീം കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്തിനു പറിച്ചതാണേ? ഷേക്കൻ്റെ എടുക്ക്. ഇവര് തമ്മിൽ കൂട്ടായി. പൊക്കോ പൊക്കോ ആണ്ടി ആണ്ട വരും. തൊട്ടോ 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 നടക്കൂല. തൊട്ടോ തൊട്ടോ തല തൊട്ടോ തല തൊട്ടോ തല തൊട്ടെ തല തൊട്ടോ. അതിലേക്ക് പേടിയാ. ഇതാണ് ഈ വീടിന്റെ അടിഭാഗത്തെ ദൃശ്യം. നമ്മളിത് കുറച്ച് പാറ പൊട്ടിച്ചിട്ടുള്ളൂ, ബാക്കി പാറയും കൂടെ ഇനി പൊട്ടിക്കാൻ കണക്കാ. ഇത് ഫുള്ള് പൊട്ടിച്ചിട്ട് വേണം ഇവിടെ താഴത്തേക്ക് വീട് പണിയാനായിട്ട്. ഈ വീടിന്റെ തൊട്ടപ്പുറത്താണ് കുരിശുമല. ഇവരെന്നെ മല കയറാൻ നിർബന്ധിക്കുന്നുണ്ട്. പക്ഷെ 108 പടിയുള്ള
നല്ല ചേച്ചി പറഞ്ഞു. ഞാൻ ആക്ച്വലി നിങ്ങൾ കേൾക്കണം ഗൈസ്, ഞാൻ ആക്ച്വലി കുറേ കപ്പയും ബീഫൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ കപ്പയും ബീഫൊക്കെ കഴിച്ച് എൻ്റെ വയറ് ഫുള്ളാണ്. എന്നോട് 101 പടിയൊക്കെ കയറാൻ വന്നു കഴിഞ്ഞാൽ ഇമ്പോസിബിളാണ്. എൻ്റെ പൊന്നും മോനെ, ഞാനിവിടെ ദുഃഖവെള്ളിയാഴ്ച വന്നിട്ട് പോലും ഞാൻ മല കയറാതെ മടി പിടിച്ച് ഞാനും ചേട്ടനും വീട്ടിലിരുന്നതാണ്. ഞാനെങ്ങും കയറുന്നില്ല. നിങ്ങള് സ്റ്റെപ്പ് കയറുമ്പോ വീഡിയോ എടുക്കാൻ ഒരാള് വേണ്ടേ? അത് ഞാനുണ്ട്, ഞാൻ താഴെ നിന്ന് വീഡിയോ എടുക്കും. വേണ്ട, നിങ്ങളെല്ലാ ഫ്രെയിമിൽ വേണം. നോ നോ നോ, വേണ്ട, നിങ്ങൾ കയറിക്കോ, ഞാൻ വീഡിയോ എടുക്കാവേ. ഗായ്സ്, എൻ്റെ മടി കാരണമാണെന്ന് തോന്നുന്നു ഗേറ്റ് പൂട്ടിട്ടിരിക്കുകയാണ്. 5 മണി വരെ ഉള്ളു ഇവിടെ ഓപ്പണിങ്. 5:15 സമയം. അപ്പം നമുക്ക് നമ്മൾ പോയ റിലേറ്റീവിൻ്റെ വീടില്ലേ, ആ വീടിൻ്റെ ബാക്കിൽ കൂടെ പെട്ടെന്ന് ജസ്റ്റ് 1-2 സ്റ്റെപ്പ് വെച്ച് ഇങ്ങോട്ട് കയറി വരാം. അപ്പം ഇവർ തിരിച്ചു പോയിട്ട് അങ്ങനെ കയറി വരാൻ പ്ലാനിങ്ങിലാണ്. പക്ഷെ ഞാൻ എന്തായാലും പോകുന്നില്ല. ഗൈസ്, സെക്യൂരിറ്റി ചേട്ടനെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് തുറക്കാൻ വേണ്ടിയിട്ട്. അതായത് അതായത് അവിടുത്തെ വീട്ടിലെ ആന്റിക്കും അങ്കിളിനും ഇവിടെ കടയുണ്ട് കേട്ടോ. അമ്മ വരുന്നുണ്ടോ? ഇതാണ് മക്കളെ ശരിക്കുള്ള വാഗമണ്ണ്. അതായത് ഞങ്ങളിതിവിടെ ക്ലോസ് ചെയ്തിട്ട് അങ്ങോട്ട് പോയത്. ആ ടൈമിൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ നല്ല ക്ലൈമറ്റും ആയിരിക്കും. സോ ഇവിടെയാണ് എല്ലാവരും വന്നിട്ട് ഫസ്റ്റ് നിൽക്കുന്ന പ്ലേസ്. ഇതിൻ്റെ പേരാണ് കാരിക്കാര ടോപ്പ്. ഇവിടെ ഒരു സിംഹമാണോ പുലിയാണോ എന്ന് ഇതുവരെ ആർക്കും മനസ്സിലാവാത്ത ഒരു സാധനമുണ്ട്. എനിക്കല്ല, മോൾ ചോദിക്കാം. ചോദിച്ചോ വണ്ടിക്കകത്ത്. ആ ഓക്കെ. അപ്പോൾ ഇതാണ് കാരിക്കാര ടോപ്പ്. നല്ല കോടയുണ്ട്, നല്ല കോട. ആ സ്റ്റാച്ചു ഞാനൊന്ന് കാണിച്ചു തരാം, നോക്കട്ടെ. ഇത് പണിത് ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഇത് സിംഹമാണോ പുലിയാണോ കടുവയാണെന്നൊന്ന് പറഞ്ഞു തന്നെ കേട്ടോ. ഞാൻ സൂം ചെയ്ത് കാണിക്കാം. ഇതാണ് സംഭവം. എൻ്റെ ഫേസ് ക്ലിയർ ആവുന്നില്ല അല്ല വീഡിയോയിൽ. ഇത് എന്താ നിങ്ങൾ ഉദ്ദേശിച്ചതെന്ന് ആർക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല. കുറേ ഐസ്ക്രീം കടകളുണ്ട്, കുറേ സ്നാക്സ് ഒക്കെ ഉണ്ട്. ക്ലോസ് ചെയ്ത് നോക്കട്ടെ. ഇതാണ് ഇവിടെ നിന്നുള്ള ഒരു സൺസെറ്റ് വ്യൂ. ഇപ്പോൾ സമയം ഒരു 5:30 ആയിട്ടുണ്ടാവും. പിന്നെ ഇവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പൈൻ ഫോറസ്റ്റ് ഉണ്ട്, ബോട്ടിംഗ് ഉണ്ട്, ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്, ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാണാൻ. നമ്മൾ എപ്പോഴും വരുന്നതായതുകൊണ്ട് നമുക്കത്ര വലിയ എപ്പോഴും ഒന്നും വന്നിട്ട് കാണാൻ പറ്റുമോയെന്ന് തോന്നില്ല. സോ ഞങ്ങൾ എന്തായാലും തിരിച്ചു പോവാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.